ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ്. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു റെഡിമെയ്ഡ് ലെഹങ്കയുടെ പ്ലെയിൻ സ്ലീവിൽ എങ്ങനെ ചെറിയ ലേസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് അതിന് മാച്ച് ആകുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബട്ടൺസ് എടുത്തിട്ട് അതേ സെയിം ക്ലോത്തിൽ നന്നായിട്ട് നൂല് കൊണ്ട് ചുറ്റുക. ഓൾറെഡി ഞാൻ ഈ സ്ലീവ് ചെയ്തിട്ടുള്ളതാണ്. ആ സ്ലീവ് കണ്ടിട്ടാണ് കസ്റ്റമർ എന്നോട് ചോദിച്ചത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന്. എൻ്റെ വീഡിയോയ്ക്കകത്തുണ്ട് അതിൻ്റെ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ. അതിനുശേഷം മെയിൻ ഫാബ്രിക്കായ നെറ്റ് ഫാബ്രിക്കിൽ അത് ചുറ്റി കൊടുക്കുക. ആ ബട്ടൺസ് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് സാറ്റിൻ ക്ലോത്ത് കറക്റ്റായിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഈ നെറ്റ് ഫാബ്രിക്കും സാറ്റിൻ ഫാബ്രിക്കും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എത്ര ലെങ്താണോ നമുക്ക് വേണ്ടിയത് അത് അളന്നിട്ട് അതിൻ്റെ ബോട്ടം അടിച്ചു കൊടുക്കുക. ഞാനിതിൽ സ്കേർട്ടിൻ്റെ കളർ പിങ്കും ബ്ലൗസിൻ്റെ കളർ സിൽവറും കൂടെ ഒരു ആഷ് കളറും കൂടെ ചേർന്നിട്ടുള്ള ലേസ് വെച്ചിട്ടാണ് അതിനെ ഒന്ന് ഡിസൈൻ ചെയ്യുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ആദ്യം പിങ്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സിൽവർ ലേസ് മുകളിലേക്ക് ഡിസൈൻ വരുന്ന പോലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ആ ബ്ലൗസിൻ്റെ ആ സ്ലീവിൻ്റെ ഒരു ഔട്ട്ലുക്കേ മാറി പ്ലെയിൻ സ്ലീവ് വെക്കുന്നതിൽ വളരെ ഭംഗിയായിട്ട് ആ ലെഹങ്കയ്ക്ക് മാച്ചാകുന്ന രീതിയിൽ ആ സ്ലീവ് ഇപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് നമ്മുടെ ലെഹങ്കയിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ലെഹങ്കയുടെ സെൻറ്റർ സ്റ്റോണൊക്കെ ഉള്ള ലെഹങ്കയാണ്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ സൂചിയൊക്കെ ഒടിയാൻ ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്ലീവ് വിട്ട് കൈവണ്ണം എത്ര വേണമെന്ന് നോക്കിയിട്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ശകലം ഒരു 1/2 ഇഞ്ച് വണ്ണവും കുറയ്ക്കേണ്ടതായിരുന്നു. രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിൽ ടക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രണ്ട് സൈഡും കൂടെ ടക്കും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ നോക്കിക്ക് എന്ത് ഭംഗിയായിട്ടാണ് സ്ലീവ് ഇരിക്കുന്നത്. ചുമ്മാ പ്ലെയിനായിട്ട് അടിച്ച് വെച്ചിരുന്നെങ്കിൽ ഒരു ഭംഗിയും ഉണ്ടാവില്ലായിരുന്നു. ലേസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് കുറച്ച് നല്ല ഗ്രാൻഡായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.